സാമ്പത്തിക സർവേ റിപ്പോർട്ട് വായിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയതിനെക്കുറിച്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തതിനെക്കുറിച്ച് പ്രശംസാപരമായ പരാമർശങ്ങൾ സാമ്പത്തിക സർവേയിൽ കേരളത്തെക്കുറിച്ചുണ്ട്. പക്ഷേ കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ വെൽഫെയർ തുടർന്നു കൊണ്ടുപോകാനുള്ള പണമില്ല എന്നുള്ളതാണ്. സർക്കാർ അതിനുവേണ്ടി ആ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ധനകാര്യ കമ്മീഷന് മുമ്പിൽ ഈ കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരിനോട് പാക്കേജുകളുടെ രൂപത്തിലടക്കം സഹായം തേടുന്നുണ്ട്. ഇവിടെ അനൂപ് സൂചിപ്പിച്ചതുപോലെ വയനാട്. ഇപ്പോൾ കേരളം കേന്ദ്രത്തിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുമോ, അതോ ഡൽഹി, ബീഹാർ? ഇപ്പോൾ മുമ്പ് തന്നെ കഴിഞ്ഞ ബജറ്റ് തന്നെ ബീഹാർ ആന്ധ്ര ബജറ്റ് എന്ന ആക്ഷേപം കേട്ടിരുന്നു. സർക്കാരിനെ താങ്ങി നിർത്തുന്ന രണ്ട് സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു ഫെഡറൽ സംവിധാനത്തെ പോലും മറന്നുകൊണ്ട് കഴിഞ്ഞ ബജറ്റിൽ സ്വീകരിച്ച സമീപനമെന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചിരുന്നു. അപ്പോൾ ഇത്തവണയും അങ്ങനെ പ്രതീക്ഷിക്കണോ, അതോ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ പറയുന്ന അച്ചീവ്മെന്റുകളിലേക്ക് എത്താനുള്ള സഹായം പ്രതീക്ഷിക്കണോ? അഭിലാഷ്, ഇതിൽ ഈ ഏത് എക്കണോമിക്സ് എടുത്താലും അല്ലെങ്കിൽ സാമ്പത്തിക വിഷയം എടുത്താലും അതിൻ്റെ പിറകിൽ ഒരു രാഷ്ട്രീയ ഒരു കാഴ്ചപ്പാടുണ്ടാവും, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം അതിൻ്റെ പിറകിൽ ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ വേണം. അതായത് ഇപ്പോൾ ഒരു ബീഹാറുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്, നേരത്തെ ബാലു പറഞ്ഞ പോലെ ഇടത്തരക്കാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യമിട്ടാണെന്ന് പറയാം. പക്ഷേ അതിനു മുമ്പ് തന്നെ 18ാം ശമ്പള കമ്മീഷൻ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്ന സർക്കാർ ജീവനക്കാർക്ക് ഏറെക്കുറെ വലിയ പ്രതീക്ഷ നൽകുന്നത് ഈ 18ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപനമാണ്. പക്ഷേ അതിന്റെ കമ്മിറ്റി ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. ഔദ്യോഗികമായിട്ട് ക്യാബിനറ്റ് അത് അംഗീകരിച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല. പ്രധാനമന്ത്രി ക്യാബിനറ്റിൽ പറഞ്ഞു എന്നാണ് പ്രധാനമായും പറയുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യം, ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമ്മുടെ വെൽഫെയർ ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വലിയ വർഷങ്ങളായി തന്നെ കേരളം അത്തരം വലിയ ടാർഗറ്റുകൾ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലുമൊക്കെ ആ സൂചികയുടെ ഏറ്റവും മുകളിൽ തന്നെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ അവിടെയും ഈ പറയുന്ന ഈ ടാക്സ് ഡെവല്യൂഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ധനകാര്യ കമ്മീഷൻ തന്നെയാണ് അന്തിമമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അവിടെ നമുക്ക് തിരിച്ചടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം. അത് മറികടക്കാനാണ് നമ്മൾ പലപ്പോഴും സാമ്പത്തിക പാക്കേജുകളുമായി മന്ത്രിമാർ ഡൽഹിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ സാമ്പത്തിക പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഈ രാഷ്ട്രീയം അവിടെ കടന്നു വരുന്നു എന്നുള്ളതാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ പ്രതീക്ഷ നൽകുന്നത് ഈ പറഞ്ഞ വയനാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ ദുരന്തം മറികടക്കാൻ, അതിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യേകമായി എന്തെങ്കിലും തരുമോ എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് 700 കോടി രൂപയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് NDRFും SDRFിലും ഫണ്ട് മാത്രമാണ്. അത് എത്രത്തോളം ഉപയോഗിക്കുന്നു കേരളം എന്നുള്ളതാണ്. അതിൽ ഫണ്ട് ആവശ്യത്തിനുണ്ട്, അത് നിങ്ങൾ ആദ്യം ഉപയോഗിക്കൂ, അതിൻ്റെ കണക്ക് തരൂ, അത് കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾ നികത്താം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പക്ഷേ നമ്മൾ അതിനും പുറമെ നമുക്ക് അവിടെ ഈ ഒരു പൂർണ്ണമായ പുനരധിവാസത്തിന് പണം വേണം എന്നുള്ളൊരു നിലപാട് നമ്മൾ കേരളം സ്വീകരിച്ചിട്ടുണ്ട്. അതിനെ എത്രത്തോളം കേന്ദ്ര സർക്കാർ അനുകൂലമായി തീരുമാനമെടുക്കുമെന്നുള്ളത്. അതിൽ ഒരു കാര്യം ഞാൻ നേരത്തെ ഒരു സംശയം കൂടി ബാക്കി നിൽക്കുന്നു. അതായത് വയനാട് നമ്മൾ ഇപ്പോൾ ഉയർന്നു വരുന്ന വിഷയമാണ്. വയനാട്ടിൽ ഇപ്പോൾ ആദ്യം വയനാടിന് ശേഷമുള്ള ആദ്യ ബജറ്റ് വരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ മുമ്പ് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നു എയിംസ് അനുവദിക്കുമോ, റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടുമോ തുടങ്ങിയിട്ടുള്ള കാർഷിക മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ കേരളം പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെല്ലാം എല്ലാ തവണയും നമ്മൾ ആ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. പക്ഷേ കേന്ദ്രമന്ത്രിമാർ പല ഉറപ്പ് നൽകിയിട്ടും കേരളത്തോട് ഒരു ചിറ്റമ്മ നയം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ള ഇവിടുത്തെ സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ആരോപണം അതേപടി നിർത്തുന്ന ഒരു ബജറ്റായിരിക്കുമോ ഇപ്പോഴും വരാൻ പോകുന്നത്? അല്ല, ഈ എയിംസിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു എയിംസ് എന്നുള്ളത് ഈ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ്. പക്ഷേ അതിനുവേണ്ടി ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിമാർ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളത്. അത് ഒരു സാധാരണ ഒരു തീരുമാനത്തിന്റെ ആവശ്യമേ ഉള്ളൂ, മന്ത്രിസഭാ തീരുമാനത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അത് CCEയുടെ തീരുമാനത്തിന് വിധേയമായിട്ടുള്ളത് കാര്യം മാത്രമാണ്. അപ്പോൾ എയിംസ് എന്നുള്ളത് കേരളത്തിന് ലഭിക്കും. പക്ഷേ അത് എന്ന് എപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായി നിലനിൽക്കുന്നത്. അതിന്റെ പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ എല്ലാ ബജറ്റ് പ്രസംഗത്തിന് തൊട്ടും പ്രതീക്ഷ വെച്ച് പുലർത്തണം. പക്ഷെ നടക്കാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അത് ബജറ്റിൽ പ്രഖ്യാപിക്കേണ്ട കാര്യമല്ല. ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ് എല്ലാ സംസ്ഥാനത്തിനും ഒരു എയിംസ് എന്നുള്ളത്. അത് ഞങ്ങൾ നടപ്പാക്കി വരുന്നു. അത് കേരളത്തിന് ലഭിക്കും എന്ന് പല മന്ത്രിമാർ തന്നെ, JP നഡ്ഡ തന്നെ ആവർത്തിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പാക്കേജുമായി ബന്ധപ്പെട്ട് അത് മറ്റ് ചില സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് വരേണ്ടത്. എനിക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ വയനാടുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ട ഒരു വിഷയം മാത്രമാണ്. അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനവും വളരെ സാധ്യത കുറവ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ, ഒപ്പം രാജ്യവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ കാത്തിരിക്കാം. ഇപ്പോൾ 10:14 ആയിരിക്കുന്നു. 11 മണിക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് അവതരണമുള്ളത്. ഒപ്പം മാർഷൽ
കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒട്ടേറെ വെല്ലുവിളികളുണ്ട്. BJPക്ക് 240 സീറ്റുകൾ മാത്രമാണുള്ളത്. ബീഹാർ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. JDUവിന്റെ പിന്തുണ വളരെ നിർണായകമാണ്. കഴിഞ്ഞ ബജറ്റ് ആന്ധ്ര ബീഹാർ ബജറ്റായി എന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഡൽഹി നരേന്ദ്രമോദിക്ക് പേഴ്സണലായി തന്നെ പിടിച്ചെടുക്കണമെന്ന അത്രയധികം ആഗ്രഹമുള്ള സംസ്ഥാനമാണ്. ഡൽഹി ബൂത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള വളരെ കമ്പൽഷൻസ് എന്ന് നമുക്ക് പറയാവുന്ന നിർബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് കാണേണ്ടതാണ്. അതെ, അത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ബജറ്റാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് മോദി സർക്കാർ തുടരുന്നതിനാൽ അവരുടെ 3ാം തവണയും അവർ തുടരുന്ന സമയത്ത് ഉണ്ടാകുന്ന ബജറ്റ്, അതിനെ ഈ 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ബജറ്റ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. എന്ന് മാത്രമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളം പതിവ് പോലെയുള്ള കാത്തിരിപ്പ് തുടരേണ്ടി വരും എന്നുള്ളതാണ്. കാരണം കേരളത്തിലേക്ക് ഇപ്പോൾ കടന്നു വരേണ്ട ഒരു ആവശ്യം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം ഇല്ല. എങ്കിൽ തന്നെയും GSTയുടെ കാര്യത്തിലായാലും ശരി, സ്ലാബുകളുടെ കാര്യത്തിലായാലും ശരി, ഒരു ചെറിയ മാറ്റമുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന പദം തുടർച്ചയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, നമ്മുടെ പ്രതിനിധികൾ തുടരുന്നുണ്ട്. സാമ്പത്തിക സർവേയിലെ ഒരു പരാമർശം ബസന്ത്, ഈ ചോരാൻ തുടങ്ങുമ്പോൾ, മഴ പെയ്യാൻ തുടങ്ങുമ്പോഴല്ല പുര മേയേണ്ടത് എന്നുള്ളതാണ്. ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്ന സാമ്പത്തിക അച്ചടക്കം എന്ന വലിയ ബാധ്യത കൂടി ധനമന്ത്രിയെ സംബന്ധിച്ചുണ്ട്. രാജ്യത്തെ റോബസ്റ്റായി നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൈയച്ചു കൊടുക്കുക, പോപ്പുലിസ്റ്റായ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നുള്ളതിലുപരി ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ 5-6 മാസം മുൻപ് ഫ്രീ ബീസ് പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലാണ് എങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ സാമ്പത്തിക അച്ചടക്കം കൂടി ധനമന്ത്രിയുടെ പരിഗണനാ വിഷയമായി വരാമോ, അതോ അതിനുള്ള സാഹചര്യം കുറവാണോ? സാമ്പത്തിക അച്ചടക്കം എന്നൊക്കെ ബജറ്റുകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടക്കാറുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഫ്രീ ബീസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഫ്രീ ബി എന്ന് അല്ലെങ്കിൽ റേവഡി എന്നുള്ള ആ ഹിന്ദി വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതായത് ഇത്തരത്തിലുള്ള ഈ റേവഡികൾ അല്ലെങ്കിൽ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ച് വോട്ട് തേടുന്നത് ഒരു സാമ്പത്തിക അച്ചടക്കമല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയ അതേ BJP തന്നെയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടി BJP തന്നെയാണ് ഡൽഹിയിൽ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളത്. 2100 രൂപയാണ് ആം ആദ്മി പാർട്ടി വനിതകൾക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2500 രൂപ കൊടുക്കാൻ BJP തയ്യാറെടുക്കുന്നു. ഗർഭിണികൾക്ക് 21,000 രൂപ നൽകും എന്ന് പറയുന്നു മാസം. അപ്പോൾ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി അത് പറയുമ്പോൾ അത് BJP എന്നേക്കുമായി ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ നിർത്തലാക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ആരെങ്കിലും വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റി എന്നുള്ളത് തന്നെയാണ്. അതായത് മധ്യപ്രദേശിലും അത് തന്നെയാണ് അവരെ വിജയത്തിലേക്ക് നയിച്ചത്. മഹാരാഷ്ട്രയിലെ അവരെ വിജയത്തിലേക്ക് നയിച്ചത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. മഹിളാ സമ്മാൻ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാസം 1200 രൂപ 1500 രൂപ നൽകുന്ന പദ്ധതി, ഇപ്പോൾ ഡൽഹിയിൽ 2500 രൂപ നൽകുന്ന പദ്ധതി, മധ്യപ്രദേശിൽ ഇൻഡോറിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനം, ഈ പ്രഖ്യാപനങ്ങൾ ഈ റേവഡിക്കെതിരെ സംസാരിച്ച BJP തന്നെയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും പ്രഖ്യാപനങ്ങൾ ഡൽഹിയിൽ നടത്തുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും രസകരമായ ഒരു കാര്യം. അതുകൊണ്ട് ഈ സാമ്പത്തിക അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു എന്നുള്ളതാണ്.